ദീപാവലി കുളിക്കുക എന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ. കച്ചവടം പൊളിഞ്ഞ് പൂട്ടി പാപ്പരായി കിട്ടുന്ന വിലയ്ക്ക് എല്ലാം വിറ്റിട്ട് നാട് വിടുന്ന വ്യവസായികളെ കുറിച്ചാണ് നമ്മൾ ഇത്തരത്തിൽ പറയുക. അവൻ ദീപാവലി കുളിച്ചിരിക്കുന്നു എന്ന്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ പാകിസ്ഥാൻ. പാക് സർക്കാർ കിട്ടുന്നതെല്ലാം, കയ്യിൽ കിട്ടുന്നതെല്ലാം ഈ സർക്കാർ സ്ഥാപനങ്ങളടക്കം, പൊതുമേഖലാ സ്ഥാപനങ്ങളടക്കം എല്ലാം വിറ്റ് തുലയ്ക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന വാർത്ത ശരിയാണെങ്കിൽ അവിടെ പാക് എയർലൈൻസിന് പുറമെ ഇതാ ഒരു പൊതുമേഖലാ സ്ഥാപനവും കൂടി വിൽക്കുകയാണ്. അത് ഫൗജി ഫൗണ്ടേഷൻ എന്ന കമ്പനിയുടെ ഓഹരികളാണ് UAEക്ക് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രാഥമിക ചർച്ചകളെല്ലാം പൂർത്തിയാക്കി ഏതാണ്ട് ധാരണയായി എന്നാണ് ലഭിക്കുന്ന വിവരം. നേരത്തെ പാക് എയർലൈൻസ് പാകിസ്ഥാൻ വിറ്റിരുന്നു. ഇപ്പോൾ ഈ വിൽക്കുന്ന ഫൗജി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഏതാണ്ട് 100 കോടി ഡോളറിന്റെ ഓഹരിയാണ് UAEക്ക് വിൽക്കാൻ പോകുന്നത്. ഇതോടെ സർക്കാരിന്റെ ബാധ്യതകൾ തീരുമെന്നാണ് പ്രതീക്ഷ. മാർച്ച് 31 മുമ്പ് എല്ലാ ഇടപാടുകളും പൂർത്തിയാക്കാനാണ് പാക് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സൈനിക നിയന്ത്രണത്തിലുള്ള ഒരു കമ്പനിയാണ്. ഇതിന്റെ UAEയുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയത് ഇഷാഖ് ധാർ ആണ്. അദ്ദേഹം ഇക്കാര്യം പുറത്ത് പറഞ്ഞിരിക്കുന്നു, വെളിപ്പെടുത്തിയിരിക്കുന്നു. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ. ഏതാണ്ട് 9180 കോടി ഡോളറാണ് പാകിസ്ഥാന്റെ വിദേശ കടം. മൊത്തം പൊതുകടമാകട്ടെ 28,680 കോടി ഡോളറും. IMF സഹായം പാകിസ്ഥാന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് മാത്രമാണ് പാകിസ്ഥാൻ സർക്കാരിന്റെ ഏക പ്രതീക്ഷ. എന്നാൽ ലാഭകരമല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കണമെന്നും നികുതി വർദ്ധിപ്പിക്കണമെന്നും IMFന്റെ നിയന്ത്രണത്തിൽ അല്ലാതെ യാതൊരു സാമ്പത്തിക ക്രയവിക്രയങ്ങളും ചെയ്തു പോകരുതെന്നുമാണ് IMF നൽകിയിരിക്കുന്ന നിർദ്ദേശം. പാക് സർക്കാർ ആ നിർദ്ദേശം ശിരസ വഹിച്ചിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ നിലനിൽക്കുകയാണ് എന്ന് പറയാം. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം UAEയുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഫൗജി ഫൗണ്ടേഷന്റെ ഓഹരികൾ വിൽക്കുന്നു എന്ന വാർത്ത പാകിസ്ഥാൻ പുറത്തുവിട്ടത്. ഇതുപോലെ പാകിസ്ഥാൻ ഈ ഇന്റർനാഷണൽ എയർലൈൻസ് നേരത്തെ ഓഹരികൾ വിറ്റഴിച്ചിരുന്നു. ഏകദേശം 13,500 കോടി രൂപയ്ക്കാണ് ആരിഫ് ഹബീബ് ഗ്രൂപ്പിന് അവർ ഓഹരികൾ വിറ്റത്. എയർലൈൻസിന്റെ 75% ഓഹരികളാണ് ലേലത്തിൽ വെച്ചത്. അത് ആരിഫ് ഹബീബ് ഗ്രൂപ്പ് വാങ്ങുകയായിരുന്നു. 90 ദിവസത്തിനുള്ളിൽ വിമാന കമ്പനിയുടെ ശേഷിക്കുന്ന 25% ഓഹരികൾ കൂടി അവർ വാങ്ങണമെന്നാണ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 8,000 കോടി രൂപയുടെ പുതിയ പാകിസ്ഥാൻ രൂപയുടെ പുതിയ നിക്ഷേപം നടത്തണമെന്നും ഉള്ള കരാർ കമ്പനിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. ആ കരാർ നടത്താൻ ആരിഫ് ഹബീബ് ഗ്രൂപ്പ് ബാധ്യസ്ഥരുമാണ് എന്ന് പാകിസ്ഥാൻ പറയുന്നു. കടുത്ത ഇന്ത്യ വിരോധവും ഇന്ത്യ വെറുപ്പും മാത്രം മുഖമുദ്രയാക്കിയ ഒരു ജനതയും അവിടുത്തെ സർക്കാരും ഇന്ന് കൈകാലിട്ടടിക്കുകയാണ് മുന്നോട്ട് പോകാൻ. ഒരു തരത്തിലുള്ള സാമ്പത്തിക സുരക്ഷിതത്വവും പാകിസ്ഥാൻ ഇല്ല. കിട്ടിയ, അതായത് രാഷ്ട്രം വികസിപ്പിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരാനും വേണ്ടി എടുത്ത വായ്പകൾ, വലിയ വലിയ വായ്പകൾ, വിദേശ ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പകൾ ഉപയോഗിച്ച് അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കുകയല്ല പാകിസ്ഥാൻ ചെയ്തത്. മറിച്ച് ഭീകരവാദം വളർത്താനും ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റക്കാരെ പരിശീലിപ്പിച്ച് അയക്കാനും അതുപോലെ തന്നെ ഭീകര സംഘടനകൾക്ക്, ഭീകര ഗ്രൂപ്പുകൾക്ക് ധനസഹായം ചെയ്യാനും ഈ ആയുധങ്ങൾ വാങ്ങാനും ഇന്ത്യക്കെതിരെ ഒളിയുദ്ധം നടത്താനും ഒക്കെയാണ് ആ പണം വകമാറ്റി ചെലവഴിച്ചത്. അതുമാത്രമല്ല, ചൈനയുമായിട്ട് ചേർന്ന് വലിയ ദേശീയ പാതകൾ നിർമ്മിക്കാൻ പാകിസ്ഥാൻ തയ്യാറായി. ആ നിർമ്മാണം പോലും നമുക്കറിയാം,
ചബഹാർ തുറമുഖത്തേക്കും മറ്റുമൊക്കെയുള്ള കഥകൾ നമുക്കറിയാം. കറാച്ചി തുറമുഖത്തേക്കുള്ള റോഡുകളുടെ കഥ നമുക്കറിയാം. അവിടെയൊക്കെ വലിയ തിരിച്ചടി പാകിസ്ഥാന് നേരിട്ടു. ഇന്നിപ്പോൾ ചൈന ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാതെ അത് മുടക്കി നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, പാകിസ്ഥാന് മേൽ വലിയ സമ്മർദ്ദം ചൈന ചെലുത്തുന്നുണ്ട്. ഈ ചെലവാക്കിയ പണം എത്രയും വേഗം മടക്കി നൽകണം എന്ന സമ്മർദ്ദമാണ് ചൈന പാകിസ്ഥാന് മേൽ നിരന്തരം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വശത്ത് അമേരിക്കയിലെ IMF, മറുവശത്ത് ചൈന. ഇത് രണ്ടിനും ഇടയിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ. കാർഷിക വിളകളുടെ കാര്യത്തിലാണെങ്കിലും മറ്റ് ഉൽപാദന മേഖലയിലെ മറ്റു വിഷയങ്ങൾ എടുത്താലും പാകിസ്ഥാൻ വലിയ സമ്മർദ്ദത്തിലാണ്. ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ കഴിയാതെ ആ രാഷ്ട്രം സ്തംഭിച്ചിരിക്കുകയാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനിൽ നടമാടുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇങ്ങനെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ പോലും ഈ ഇന്ത്യ വിരുദ്ധതയും ഇന്ത്യ വിരോധവും കത്തിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് അവിടത്തെ രാഷ്ട്രീയ പാർട്ടികൾ. കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാന്റെ പ്രസിഡന്റ് തന്നെ, രാഷ്ട്രപതി തന്നെ പറയുകയുണ്ടായി, ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ ഈ പാക് സൈന്യം തന്നോട് ബങ്കറിൽ ഒളിക്കാൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല, പാക് സൈന്യത്തിലെ ഉന്നത പദവികൾ വഹിക്കുന്ന ഉദ്യോഗസ്ഥർ അവരും ബങ്കറുകളിലായിരുന്നു. അവർ ബങ്കറുകൾക്ക് പുറത്തേക്ക് വരാൻ തയ്യാറായില്ല. ബങ്കറുകളിൽ ഒളിച്ചിരുന്നു കൊണ്ട് സൈന്യത്തിന് നിർദ്ദേശങ്ങൾ കൊടുക്കുകയായിരുന്നു അവർ എന്ന വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ പാകിസ്ഥാനിലെ മറ്റൊരു മന്ത്രിയും പറഞ്ഞിരിക്കുന്നു, ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മുടെ വ്യോമത്താവളങ്ങൾക്ക് കനത്ത നാശനഷ്ടം നേരിട്ടു. ഇന്ത്യ നമ്മുടെ വ്യോമത്താവളങ്ങൾ പലതിനെയും തകർത്തു എന്ന് പാക് മന്ത്രി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യക്ക് മേൽ വിജയം നേടി എന്ന് പറഞ്ഞ് ആഹ്ലാദ പ്രകടനം നടത്തിയ ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. അവിടുത്തെ ക്രിക്കറ്റ് താരങ്ങളും സൈനിക മേധാവികളും നിരന്തരം ഈ നുണ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഇന്ന് ആ നുണ അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് എവിടെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. കൂനിന്മേൽ കുരു എന്നതുപോലെയാണ് ഈ സാമ്പത്തികമായ അടിയന്തരാവസ്ഥ കൂടി വന്നു ഭവിച്ചിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ നിലനിൽപ്പ് വലിയ പ്രതിസന്ധിയിലാണ്, വലിയ വെല്ലുവിളി നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയാകട്ടെ ചൈനയാകട്ടെ തങ്ങൾക്ക് ലാഭം കിട്ടാത്ത ഒരു പണിക്കും അവർ ഇറങ്ങില്ല എന്ന് നമുക്കറിയാം. ഇനി പാകിസ്ഥാന്റെ മുന്നിൽ എന്താണ് പോംവഴി എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇങ്ങനെ തകർന്ന് തരിപ്പണമായി കയ്യിൽ നയാ പൈസ ഇല്ലെങ്കിലും ഇന്ത്യ വിരോധത്തിന് ഒരു കുറവുമില്ല. ഇന്ത്യ വെറുപ്പ്, ഇന്ത്യയോടുള്ള വെറുപ്പ് അത് ഇന്ധനമാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ മുതലെടുക്കുന്ന, ചൂഷണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് പാകിസ്ഥാനിലുള്ളത് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്.